രാത്രി സമയത്ത് വീടുകളിൽ ഒളിഞ്ഞു നോക്കിയെന്നാരോപിച്ച് പത്തനംതിട്ട റാന്നി കരിങ്കുറ്റിയിൽ മധ്യവയസ്കനെ കെട്ടിയിട്ട് മർദ്ദിച്ചു. റാന്നി സ്വദേശി വർഗീസ് മാത്യുവിനാണ് മർദ്ദനമേറ്റത്. സമീപത്തെ വീടുകളിൽ രാത്രികാലങ്ങളിൽ വർഗീസ് മാത്യു ഒളിഞ്ഞു നോക്കിയതായും നഗ്നതാ പ്രദർശനം നടത്തിയെന്നുമാം പോലീസിൽ പരാതി കിട്ടിയിരുന്നു. ഷിജോ കുര്യനുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ഷിജോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉമേഷ്, ഇക്കഴിഞ്ഞ 7-ാം തീയതി രാത്രിയാണ് ഈ സംഭവം. പത്തനംതിട്ട റാന്നി കരിങ്കുറ്റിയിലാണ് വർഗീസ് മാത്യു എന്ന് പറയപ്പെടുന്ന ബിജുവിനെ നാട്ടുകാർ കെട്ടിയിട്ട് അതിക്രൂരമായിട്ട് മർദ്ദിച്ചത്. ഒരു തരത്തിലും എന്തൊക്കെ കാര്യത്തിന്റെ പേരിലായാലും ആൾക്കൂട്ട മർദ്ദനമൊന്നും ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയുന്ന സംഭവമല്ല. ഇതിന് രണ്ട് ഭാഗങ്ങൾ പോലീസ് പറയുന്നുണ്ട്. ബിജു എന്ന് പറയുന്ന വർഗീസ് മാത്യു ഈ പ്രദേശത്ത് രാത്രി കാലങ്ങളിൽ മദ്യപിച്ച് നഗ്നതാ പ്രദർശനം നടത്താറുണ്ട്. പല വീടുകളിലേക്കും ചെന്ന് നഗ്നതാ പ്രദർശനം നടത്താറുണ്ട്. അതിനെതിരെ നാട്ടുകാർ റാന്നി പോലീസിലടക്കം പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസവും, അതായത് കഴിഞ്ഞ മാസം 24-ാം തീയതിയും 28-ാം തീയതിയും ഒക്കെ ഈ പറയുന്ന വർഗീസ് മാത്യു സമീപത്തെ വീടുകളിലെത്തി കതയിൽ തട്ടിയ ശേഷം സ്ത്രീകളെ പുറത്തേക്ക് ഇറക്കി അവർക്ക് മുമ്പിൽ നഗ്നതാ പ്രദർശനം നടത്തുന്നു, മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു. ഇങ്ങനെയൊക്കെ നാട്ടുകാർ ഈ പറയുന്ന വർഗീസ് മാത്യുവിനെതിരെ റാന്നി പോലീസിൽ പരാതി കൊടുത്തിരുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം 7-ാം തീയതി രാത്രിയും സമാനമായ രീതിയിൽ വർഗീസ് മാത്യു ഈ പറയുന്ന രീതിയിൽ വീട്ടിലേക്ക് ചെന്ന് നഗ്നതാ പ്രദർശനം നടത്തുന്നതിനിടയിലേക്കാണ് മദ്യപിച്ചതിന് ശേഷമാണ് ഇയാൾ ഇങ്ങനെ ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നത്. അങ്ങനെ കഴിഞ്ഞ 7-ാം തീയതി വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന കുറേയധികം നാട്ടുകാർ ചേർന്ന് ബിജുവിനെ കെട്ടിയിടുകയും അതിക്രൂരമായിട്ടുള്ള മർദ്ദനം നടത്തുകയും ചെയ്തു. സംഭവത്തിൽ എന്തായാലും നാട്ടുകാർ കണ്ടാലറിയാവുന്ന നാട്ടുകാർക്കെതിരെയും വർഗീസ് മാത്യുവിനെതിരെയും റാന്നി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.